നമസ്കാരം. രാജ്യവ്യാപകമായിട്ട് ബി.ജെ.പിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കേരളത്തിൽ 50 ലക്ഷത്തോളം ആളുകളെ മെമ്പർഷിപ്പ് എടുപ്പിക്കുമെന്നുള്ള രീതിയിലേക്കുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് ബി.ജെ.പി മുന്നോട്ട് വന്നിരിക്കുകയാണ്. സാധാരണ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായിട്ട് നടന്നിരുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഇത് ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ മെമ്പർഷിപ്പ് എടുപ്പിക്കുന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു കുറവുണ്ടായിരുന്നു, അത് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ. പക്ഷേ അതിന് വലിയ രീതിയിലുള്ളൊരു മാറ്റം കഴിഞ്ഞ വട്ടവും ഈ വട്ടവും ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ വട്ടം 20 ലക്ഷത്തോളം ആളുകളെയാണ് മെമ്പർഷിപ്പ് എടുപ്പിച്ചത്. ഇതത് 50 ലക്ഷമാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉയർത്താൻ ശ്രമിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ തന്നെ അറിയാം, ചരിത്രത്തിൽ ആദ്യമായിട്ട് CPM-നെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ രീതിയിൽ മുൻനിരയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വലിയ പ്രയത്നം അല്ലെങ്കിൽ വലിയൊരു പ്രവർത്തനത്തിലേക്ക് ബി.ജെ.പി മാറിയിരിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ പല പ്രമുഖരായിട്ടുള്ള വ്യക്തികളും ബി.ജെ.പിയിൽ മെമ്പർഷിപ്പ് എടുത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒന്നാണ് മലയാള സംഗീത സംവിധായകനായിട്ടുള്ള മോഹൻ സിത്താര. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നാണ് ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പുതുതായിട്ട് മറ്റൊരു വ്യക്തി കൂടി വന്നിരിക്കുകയാണ്. മലയാള സിനിമാ രംഗത്തെ മഹേഷ് എന്ന് പറയുന്ന സിനിമ സീരിയൽ രംഗത്തെ പ്രമുഖനായിട്ടുള്ള ഒരു നടൻ കൂടി ബി.ജെ.പിയിൽ കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ കയ്യിൽ നിന്ന് മെമ്പർഷിപ്പ് സ്വീകരിച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും തന്നെ ബി.ജെ.പിയുടെ കേരളത്തിലെ പ്രവർത്തനത്തെ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വിഷയം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു സംസ്ഥാനത്ത് 20% വോട്ടുകൾ നേടിയെടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ അവർക്ക് അവിടെ ഭരണത്തിലേക്ക് എത്താനും അല്ലെങ്കിൽ വലിയ രീതിയിൽ ഒരു പ്രതിപക്ഷ പാർട്ടിയെങ്കിലും ആകാനുള്ള ഒരു ശേഷിയിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ഇപ്പോൾ കേരളത്തിലുള്ള ബി.ജെ.പി ഘടകത്തിന്റെ ഒരു പ്രവർത്തന രംഗത്ത് നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വട്ടം പാർലമെന്റ് ഇലക്ഷനിൽ 20% വോട്ടുകൾ ബി.ജെ.പിക്ക് നേടിയെടുക്കാൻ സാധിച്ചത് ഇതിന്റെ ഭാഗമാണ് എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ 2016 തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അവിടെ ബി.ജെ.പി നേടിയ വോട്ടുകൾ നമ്മൾക്കറിയാം വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. അത് പ്രത്യേകിച്ച് ജമ്മുവിലാണ്. 24 സീറ്റുകളാണ് ജമ്മുവിൽ, 40 സീറ്റുകളിൽ 24 അവിടെ നേടിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടക കക്ഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അധികാരത്തിലെത്താനൊക്കെ ആ സമയത്ത് സാധിച്ചിരുന്നു. പക്ഷേ ഇതെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ആർട്ടിക്കിൾ 317 എന്ന് പറയുന്ന സംവിധാനം ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയാൻ വേണ്ടി അവിടെയുള്ള സുഡാപ്പികളെ പറ്റിക്കാൻ വേണ്ടി ബി.ജെ.പി ചെയ്തതാണെന്നുള്ളത് കൂടി 2019 ആയപ്പോഴേക്കും നമ്മൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായതാണ്. അത് തെളിയിച്ചതാണ് ബി.ജെ.പി. പക്ഷെ എല്ലാവരുടെയും ഒരു കണ്ണുകൾ എപ്പോഴും ബി.ജെ.പി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെ എപ്പോഴും ഇങ്ങനെ ഒരു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്, അതോടൊപ്പം തന്നെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് ബി.ജെ.പി ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ ഇതെല്ലാം വലിയ രീതിയിലേക്കുള്ളൊരു ശ്രദ്ധയാകർഷിക്കാനും എല്ലാം കാരണമാകുന്നുണ്ട്. 10 കോടി ആളുകളെയാണ് മെമ്പർഷിപ്പ് എടുപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് പാർട്ടി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഇത് പ്രധാനമായിട്ട് തന്നെ പുറത്തേക്ക് വിട്ടതുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിലേക്ക് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് 20% വോട്ടുകളിലേക്ക് എത്താനും 50 ലക്ഷം മെമ്പർഷിപ്പ് സ്വീകരിപ്പിക്കാൻ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ എടുപ്പിക്കാൻ വേണ്ടി ബി.ജെ.പിക്ക് സാധിക്കുക എന്നുള്ളത് കൂടി ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതൊരു പ്രാവർത്തികമായി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ ബി.ജെ.പി ഒന്നില്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയാവാൻ പോവുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു വലിയ ഒരു അത്ഭുതം ഇവിടെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇതിന്റെ ഉദാഹരണമാണ് തൃശ്ശൂരിലെ പാർലമെന്റ് ഇലക്ഷൻ അല്ലെങ്കിൽ പാർലമെന്റ് മണ്ഡലത്തിലെ വിജയം എന്നുള്ള കൂടി നമ്മൾ നോക്കിക്കാണണം. 44 പഞ്ചായത്തുകളാണ് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലുള്ളത്. ഇതിൽ 34ലും ബി.ജെ.പിക്ക് ഈ സുരേഷ് ഗോപിയോടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സമയത്ത് 1ാം സ്ഥാനത്ത് എത്താൻ സാധിച്ചു. അത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം, ഈ സുനിൽ കുമാർ. അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ തൃശ്ശൂരിലെ ഒരു പ്രതിച്ഛായ അത് നിസ്സാരമൊന്നുമല്ല, വലിയ രീതിയിൽ എല്ലായിടത്തും എത്തിച്ചേരുന്ന ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു അദ്ദേഹം. MLA ആയിരുന്നു, അതോടൊപ്പം തന്നെ അദ്ദേഹം കൃഷിമന്ത്രി കൂടി. വിഷയങ്ങൾ ഒന്നുമില്ലാതെ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലേക്കുള്ള ഒരു പ്രതിച്ഛായ ഇന്നും CPIക്ക് ഉണ്ടായിരുന്നു. പക്ഷേ തൃശ്ശൂരിലെ പാർലമെന്റ് ഇലക്ഷന് CPIയുടെ ഈ ഒരു പ്രവർത്തനത്തെയൊന്നും നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളെല്ലാം ഉണ്ടായെങ്കിൽ പോലും സുനിൽകുമാർ എന്ന് പറയുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വലിയ രീതിയിൽ പരാജയം ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പഞ്ചായത്തായിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ എന്നും വലിയ രീതിയിലൊരു കോട്ടയായിട്ടുള്ള അന്തിക്കാട് പഞ്ചായത്തിൽ ഒരു ഗംഭീര തിരിച്ചടിയാണ് അവർക്കുണ്ടായത്. അതിൽ
16 ബൂത്തുകളാണ് അന്തിക്കാട് പഞ്ചായത്തിലുള്ളത്. ഈ 16 ബൂത്തിൽ 15 ബൂത്തുകളിലും BJP ഒന്നാം സ്ഥാനത്ത് വരുന്ന ഒരു അവസ്ഥയെ സംബന്ധിച്ച് നമ്മളൊന്ന് അതിനെപ്പറ്റി ചിന്തിച്ചാൽ തന്നെ അറിയാം. സാധാരണ ജനങ്ങളുടെ ഇടയിൽ രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായിട്ട് നല്ല മനുഷ്യർക്ക് അല്ലെങ്കിൽ നല്ല വ്യക്തിത്വങ്ങൾക്ക് തങ്ങൾ വോട്ട് ചെയ്യും, അല്ലെങ്കിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഉപകാരപ്രദമാകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് വോട്ട് ചെയ്യാൻ തങ്ങൾക്ക് ഒരു മടിയില്ല. അത് BJP ആണെന്നോ കോൺഗ്രസ് ആണെന്നോ CPM ആണെന്നോ എന്നൊന്നും ആർക്കുമില്ല എന്നുള്ളത് തെളിയിച്ചതാണ് തൃശ്ശൂരിലെ ജനങ്ങൾ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്. 16 ബൂത്തുകളിൽ 15 ബൂത്തുകളിലും BJP ഒന്നാം സ്ഥാനത്തെത്തുന്ന അന്തിക്കാട് പോലെയുള്ള ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും കരുത്തുറ്റ തൃശ്ശൂരിലെ ഒരു പഞ്ചായത്തിൽ പോലും ഇതുപോലെ ഒരു സംഭവം നടക്കണമെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ താന്യം പഞ്ചായത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാലും നാട്ടിക ഇടതുപക്ഷത്തിന്റെ ശക്തമായിട്ടുള്ള കോട്ടകളിൽ ഒന്നാണ്. നിലവിൽ MLA അവിടെ CPI MLA ആണ് നാട്ടികയിൽ. അപ്പോൾ ഈ CPI MLA ഉള്ള നാട്ടികയിൽ പോലും BJPക്ക് അവിടെ 14,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന്റെ ഒരു വലിയ ഒരു ലീഡ് നാട്ടിക നിയോജക മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് ലഭിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രപരമായിട്ട് വലിയൊരു സംഭവമായിട്ട് തന്നെ നമുക്ക് ഇതിലെടുത്ത് നോക്കിക്കാണാം. അപ്പോൾ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും നിയമസഭാ ഇലക്ഷൻ ആണെങ്കിലും ഇതൊക്കെ BJPക്ക് വലിയ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അത് പ്രവർത്തിച്ചാൽ മാത്രമാണ്, പ്രവർത്തിക്കാതെ സുരേഷ് ഗോപി വിജയിച്ചു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ആത്മവിശ്വാസവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സാധാരണ കഴിഞ്ഞ വട്ടങ്ങളിൽ സംഭവിച്ചത് തന്നെ സംഭവിക്കും. ഇടതുപക്ഷത്തിന് അവിടെ വിജയിക്കാൻ സാധിക്കും. പക്ഷേ BJPക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. 7 നിയമസഭാ മണ്ഡലങ്ങളാണ് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലുള്ളത്. ആ 7-ൽ 6-ലും വേണമെങ്കിൽ വിജയിക്കാൻ സാധിക്കും. 6 മണ്ഡലങ്ങളിൽ ഇപ്പോൾ BJP ആണ് ഒന്നാം സ്ഥാനത്ത്. ഇത് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ ഒരു അവസ്ഥ മാത്രമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചരിത്രപരമായിട്ടുള്ള വലിയ ഒരു മുന്നേറ്റം ഇത്തവണ ഉണ്ടാക്കാൻ സാധിച്ചത് അത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഇതിപ്പോൾ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ 5 സീറ്റുകളിലാണ് BJP ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും കോൺഗ്രസിനും അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ പോലും കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ബൂത്തിലിരിക്കാൻ പോലും ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള അവരുടെ തന്നെ KPCCയുടെ റിപ്പോർട്ട് തന്നെ ഇലക്ഷന് ശേഷം ഇത് പുറത്തു വന്ന കാര്യം തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട്. നിലവിലെ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ദുർബലപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമാണ്. അതിനിടയിലാണ് BJPക്ക് ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നടത്തി മുന്നോട്ട് വരാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു അവസരം കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള പ്രവർത്തന സംവിധാനത്തിലൂടെ മാത്രമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ആദ്യപടി തന്നെയായിട്ട് നമ്മൾക്ക് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രവർത്തന പദ്ധതികൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും BJPക്ക് വലിയ രീതിയിലൊരു അത്ഭുതങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ള തർക്കമൊന്നുമില്ല. അപ്പോൾ കേന്ദ്രത്തിൽ BJP മുന്നോട്ട് വെച്ചിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അത് 10 കോടിയിലേക്ക് അടുക്കുന്ന തരത്തിലേക്കാണ്. 3 ദിവസം കൊണ്ട് 3 കോടി മെമ്പർഷിപ്പാണ് BJPയിലെ ആളുകൾ എടുത്തത്. ഇതൊന്നും ചരിത്രപരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് തന്നെ വേണം നമ്മൾ കാണാൻ സാധിക്കാൻ. രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നായിട്ടുള്ള കോൺഗ്രസിന് പോലും ഇത്രയും കാലം 60 വർഷത്തോളം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിട്ട് അവർക്ക് പോലും ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള വലിയ ഒരു സംവിധാനമാണ് നിലവിൽ BJPയുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലും വലിയ രീതിയിൽ ഉണ്ടാകുന്നു. ഇപ്പോൾ BJPയിലേക്ക് കേരളത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രമുഖരുടെ ഭാഗത്ത് നിന്ന് പോലും വരുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം അത് സുരേഷ് ഗോപിയും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയും ആണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല.